എൻ്റെ 281 ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കേരളത്തിന്റെ നമ്പർ 1 ബിസിനസ് കോച്ചും 20-ലധികം വർഷത്തെ പ്രവർത്തന പരിചയവുമുള്ള പ്രമുഖ വ്യക്തിത്വമാണ്. IIM കോഴിക്കോട് സർട്ടിഫൈഡ് ബിസിനസ് കോച്ചും KDISC കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവയുടെ ഔദ്യോഗിക മെന്ററുമായ അദ്ദേഹം 1000-ലധികം സംരംഭകരെയാണ് വിജയവഴിയിലേക്ക് നയിച്ചിട്ടുള്ളത്. ഗ്രീൻ ലൈഫ്സ് CCT പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സിഇഒയും ചീഫ് കോച്ചുമായ ബഹുമാനപ്പെട്ട ശ്രീ മുജീബ് ഗ്രീൻ ലൈഫ്സ് സാറിനെ വളരെ ആദരവോടെയും സ്നേഹത്തോടെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംരംഭകരിൽ സുസ്ഥിരമായ സമ്പത്തും വ്യക്തതയും അച്ചടക്കവും വളർത്തിയെടുക്കാൻ അദ്ദേഹം രൂപം നൽകിയ ഏറ്റവും ജനപ്രിയമായ പ്രോഗ്രാമാണ് കിങ്സ് മാസ്റ്റർ മൈൻഡ് ബില്യനിയർ മൈൻഡ് സെറ്റ്. മുജീബ് സാറിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിൽ എന്നോടൊപ്പമുള്ള ഷമീമ മാഡം, ടീം മെമ്പേഴ്സ്, പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സെഷനു വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. സർ, പ്ലീസ്. ഹായ്, ഗുഡ് മോർണിംഗ്. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ് സർ. Okay. So first of all, let me introduce myself. My name is Mujib Greenleafs. I'm an IMK certified business coach and mentor of KDISC and Kerala Startup Mission. I work with growth-minded, ambitious, dedicated business owners. I help them shift their business from people-driven to system-driven so that they can run their business on autopilot by enjoying financial freedom, time freedom, and brand growth. So I welcome all of you to this amazing world of subconscious mind. Let me appreciate all of you for your brilliant decision to invest your time on this Zoom platform today. On my part, I promise the next 30 minutes will be informative, interesting, and inspiring. നമ്മുടെ ടോപ്പിക് കിങ്സ് മാസ്റ്റർ മൈൻഡ് എന്നാണ്. അപ്പൊ ഞാൻ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒരു റേഡിയോ ആവുന്നതിന് പകരം നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് തോന്നുന്നു. അപ്പോ നിങ്ങൾ എത്ര ആളുകൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ചിന്തിച്ച് സമ്പന്നനാവാം. ലോകത്തെ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അപ്പൊ ഇതിൽ എത്ര ആളുകൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ വായിച്ച ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് പറയുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഞാൻ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ പുസ്തകം സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല് 2 വർഷമായിട്ട് ഞാൻ ആ പുസ്തകം റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ കിങ്സ് മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാല് ലോകത്ത് ഏറ്റവും കൂടുതൽ ബില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഫോർമുലയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നെപ്പോളിയൻ ഹില്ല്, അമേരിക്കൻ ചിന്തകനായ നെപ്പോളിയൻ ഹില്ല് 20 years റിസർച്ച് ചെയ്തിട്ട് എഴുതിയൊരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. 500ഓളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ 500 ആളുകളല്ല, ഏകദേശം 25,000 ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 500ഓളം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലോകത്തെ ഏറ്റവും ബില്യനേഴ്സ് ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള 20 years റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു പിന്നെ എന്താ പറയാ കോൺസെപ്റ്റ് ആണ് ആക്ച്വലി തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ളത്. അത് ഒരാള് ശരാശരി 50 വർഷം ജീവിക്കുകയാണെങ്കിൽ 500 × 50 ഏകദേശം 25,000 വർഷമാണ് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് ആൻഡ് വിസ്ഡം കിട്ടുന്നതിലൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾറെഡി ട്രൈഡ്, ടെസ്റ്റഡ്, പ്രൂവൺ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് ഇറ്റ് ഈസ് സിമ്പിൾ. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകമാണ്, 100 വർഷത്തോളമായിട്ട് മാർക്കറ്റിലുള്ള പുസ്തകമാണ്. അപ്പോൾ അത് ഇൻ കേസ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു ക്ലാസിക് ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അപ്പൊ നമ്മളിന്നത്തെ ടോപ്പിക് കിങ് മൈൻഡ് സെറ്റ് എന്നാണ്. അപ്പൊ എന്താണ് ആക്ച്വലി കിങ് മൈൻഡ് സെറ്റ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് ആക്ച്വലി
കിങ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു രാജാവിന്റെ മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് എന്താണ് ആക്ച്വലി അർത്ഥമാക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? സെൽഫ് എസ്റ്റീം നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നേതൃത്വ ഗുണം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഫൈൻ. വേറെ എന്തെങ്കിലും? എപ്പോഴാണ് നമ്മൾ ഒരു കിങ് മൈൻഡ് സെറ്റ്, ഒരു റിച്ച് മൈൻഡ് സെറ്റ്, ഒരു ബില്യനെയർ മൈൻഡ് സെറ്റിലേക്ക്, ഒരു ഓർഡിനറി മൈൻഡ് സെറ്റിൽ നമ്മൾ എങ്ങനെ ഷിഫ്റ്റ് ആവുക? എന്താണ് ഒരു ബില്യനെയർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ രാജാവിന്റെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ മാനസികാവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഒരു സാധാരണക്കാരന്റെ മാനസികാവസ്ഥയും ഒരു റിച്ച് മൈൻഡ് സെറ്റും ഒരു ബില്യനെയർ മൈൻഡ് സെറ്റും എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? കാഴ്ചപ്പാട് മാറ്റുക. എക്സാക്ട്ലി, കാഴ്ചപ്പാടിലുള്ള മാറ്റമാണ്. ഇപ്പൊ ഒരു പ്രശ്നം സംഭവിക്കുന്ന സമയത്ത്, ഒരു പ്രോബ്ലം ഇസ് എ പ്രോബ്ലം വെൻ യു സീ ഇറ്റ് ഇസ് എ പ്രോബ്ലം എന്നാ പറയുക. ഒരു പ്രശ്നമായിട്ട് കണ്ടാൽ അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മളെ മൈൻഡ് സെറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലം എന്നുള്ളത് തന്നെ കുറച്ചും കൂടി നമ്മളൊരു എക്സിക്യൂട്ടീവ് ലെവലിലേക്ക്, നമ്മൾ കുറച്ചും കൂടി ഒരു ലെവലിലേക്ക് വളരുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇഷ്യൂ എന്നാണ് പറയുക. പ്രോബ്ലം എന്നുള്ള വാക്കിന് പകരം ചിലപ്പോൾ നമ്മൾ ഇഷ്യൂ എന്ന് പറയും. കുറച്ചും കൂടി ഒരു ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പൊ MA യൂസഫിലേക്ക് കോവിഡ് സമയത്ത് വന്നിട്ട് പറഞ്ഞത് വി ഹാവ് എ ലോട്ട് ഓഫ് ചലഞ്ചസ് ഡ്യൂറിങ് ദ കോവിഡ് പീരീഡ് എന്നാണ്. പ്രോബ്ലം എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചില്ല, ഇഷ്യൂ എന്നുള്ള വാക്കും ഉപയോഗിച്ചില്ല, ചലഞ്ച് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരാൾ നമ്മൾ ചലഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുള്ളതാണ്. അപ്പോ അതൊരു മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ പ്രോബ്ലം എന്നുള്ളതിന് പകരം ഇഷ്യൂ, ചലഞ്ച്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ബിഗ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർ ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണും. ദാറ്റ് ഈസ് ബില്യണിയർ മൈൻഡ് സെറ്റ്. ബിഗ് പ്രോബ്ലം ഇൻ ദ മാർക്കറ്റ്, ബിഗ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാർക്കറ്റ്. വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇലോൺ മാസ്കിനൊക്കെ പോലത്തെ, കുറച്ചും കൂടി ജെഫ് ബെസോസിനെ പോലത്തെ ഒക്കെ ആളുകള് ചിലപ്പോ എൻജോയ്മെന്റ് ആയിട്ട് കാണും. രാവിലെ എണീക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഇഷ്യൂസും ഇല്ലെങ്കിൽ, ഒരു ചലഞ്ചും ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ലൈഫ് ബോറടിക്കും. സോ അവരുടെ മൈൻഡ് സെറ്റ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം, ഇഷ്യൂ, ചലഞ്ചസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് എൻജോയ്മെന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പീക്ക് സ്റ്റേജ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി കിങ് മൈൻഡ് സെറ്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സമയത്ത്, ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഓരോ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഹൗ ക്യാൻ ഐ ബെനിഫിറ്റ് ഫ്രം ദിസ്? ഇപ്പൊ പ്രളയം വന്ന സമയത്ത് അല്ലെങ്കിൽ കോവിഡ് വരുന്ന സമയത്ത് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, മൈൻഡ് സെറ്റിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, ഹൗ ക്യാൻ ഐ ബെനിഫിറ്റ് ഫ്രം ദിസ്? ഈ സാഹചര്യത്തെ എനിക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഗ്രോ ഡ്യൂറിങ് ദിസ് സിറ്റുവേഷൻ, വാട്ട് ക്യാൻ ഐ ഇംപ്രൂവ് ടുഡേ? ഇപ്പൊ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റിട്ട് നമ്മൾ ചോദിക്കുകയാണ്, മോർണിംഗിൽ ബെഡിൽ നിന്ന് എണീറ്റ് ഉടനെ നമ്മൾ ചോദിക്കുകയാണ്, വാട്ട് ക്യാൻ ഐ ഇംപ്രൂവ് ടുഡേ? ഇന്ന് എനിക്ക് എന്താണ് ഇമ്പ്രൂവ്മെന്റ്? അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ സിജി, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് 281ാമത്തെ ദിവസമാണ്. എല്ലാ ദിവസവും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇന്നോവേഷൻസ്. ഹൗ ക്യാൻ ഐ മേക്ക് ദിസ് ഡേ ബെറ്റർ ദാൻ യെസ്റ്റർഡേ? എന്റെ ഇന്നലെയേക്കാൾ എന്റെ ഇന്നിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുമ്പോഴാണ് ദാറ്റ്സ് ആക്ച്വലി നമ്മളെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ഒരു പ്രോബ്ലത്തിൽ നിന്ന് എന്താവും, നമ്മളൊരു സൊല്യൂഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ കിങ് മൈൻഡ് സെറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് വിജയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ പരാജയം എന്താന്നുള്ളത്, പിന്നെ എന്താണ് ആക്ച്വലി പരാജയം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണ് പരാജയം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പിന്നെ പരാജയത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ പരാജയപ്പെടാൻ. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്? ഒന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. Lack of confidence, maybe. ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഓക്കെ, ആത്മവിശ്വാസം ഇല്ലാത്തത്. ഓക്കെ, എന്തുകൊണ്ടാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് നമുക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തത്? നമ്മൾ ജനിച്ച സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ എപ്പോഴാണ് നമ്മളെ കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? Lack of experience.
ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവ സമ്പത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ. എനി അതർ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് അനുഭവ സമ്പത്ത് ഇല്ലാത്തതാണോ പരാജയത്തിന് കാരണം? മടി, ലൈസി, ലേസിനെസ് ആണ്. ഓക്കെ, നമ്മൾ മടി വന്നു. എന്തുകൊണ്ടാണ് നമുക്ക് മടി വരുന്നത്? എന്തുകൊണ്ടാണ്? ഭയം, മടി, ഇതൊക്കെ. ഭയം, ഫിയർ ആണ്. ഫിയർ ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഓൾവേസ് ഹോൾഡിങ് യു ബാക്ക് എന്നാണ് അല്ലെ? ഭയം പലപ്പോഴും നമ്മളെ പിടിച്ചു വലിക്കും പല കാര്യങ്ങളിൽ നിന്നും. നമുക്ക് ഇഫ് യു ക്യാൻ കിൽ ദ ഫിയർ ഇൻസൈഡ് യു, യു ക്യാൻ ഹാഫ് ഓഫ് ദ വേൾഡ് വിൽ ബി അണ്ടർ യുവർ കൺട്രോൾ എന്ന് പറയാറുണ്ട്. നമുക്ക് നമ്മളെ ഉള്ളിലുള്ള പേടിയെ കൊല്ലാൻ പറ്റി കഴിഞ്ഞാല് ലോകം പാതി നമ്മളെ കാൽക്കീലാന്ന് പറയാറുണ്ട്. അപ്പൊ ഭയമാണ് പലപ്പോഴും നമ്മളെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന പ്രധാനപ്പെട്ട പരാജയത്തിന്റെ കാരണങ്ങളിൽ ഒന്ന്. അത് ഈ പറയുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഭയം തന്നെയാണ്. ഓക്കെ, ദെൻ വേറെന്താണ്? ഒന്ന് ഭയമാണ്. 5 കാരണങ്ങളാണ് പരാജയത്തിന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നെപ്പോളിയൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഭയമാണ്. പിന്നെന്തായിരിക്കും? ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, വെരി ഗുഡ് പോയിന്റ്. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. പക്ഷെ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി 5 പോയിന്റിൽ വരുന്നില്ല. പക്ഷെ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് എല്ലാത്തിന്റെയും സക്സസിന്റെ. ഏത് ഫീൽഡിൽ നമ്മൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിലും, വെദർ ഇറ്റ് ഈസ് മാർക്കറ്റിംഗ്, സെയിൽസ്, ബിസിനസ്, ഇനിയിപ്പോ ജീവിതത്തിൽ നമ്മൾ പ്രൊഫഷണല് ഏത് മേഖലയിലും നമ്മൾ, ഹെൽത്ത് ആവട്ടെ, ഫൈനാൻസ് ആവട്ടെ, എല്ലാത്തിന്റെയും സക്സസിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഈസ് ദ മദർ ഓഫ് മാസ്റ്ററി എന്ന് പറയാറുണ്ട്. കൺസിസ്റ്റൻസി ഈസ് ദ മദർ ഓഫ് മാസ്റ്ററി. അപ്പൊ കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ്. ഇപ്പൊ നമ്മള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവട്ടെ, എല്ലായിടത്തും പറയുന്നത് കൺസിസ്റ്റന്റ് ആവണം എന്നുള്ളതാണ്. ഫൈനാൻസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ SIP ഇടാണെങ്കിൽ പറയുന്നത് കൺസിസ്റ്റൻസ് ആവണം. നമുക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ, ജിമ്മിൽ പോവുകയാണെങ്കിൽ, യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൺസിസ്റ്റൻസി വേണം. അപ്പൊ നിങ്ങളുടെ ഈ കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ടാണ് അല്ലെ 250 കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി പരാജയത്തിന്റെ ഒരു കാരണമാണ്. ഓക്കെ, ഫൈൻ, ഗ്രേറ്റ്. വേറെ എന്തെങ്കിലും പോയിന്റ്സ്? പ്രൊക്രാസ്റ്റിനേഷൻ നമ്മൾ നീട്ടി വെക്കുക. അത് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് നീട്ടി വെക്കുക, നാളെ ആവട്ടെ എന്നുള്ള. അത് ഭയങ്കര അതില് ഈ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളില്, അതായത് 25,000 സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് പഠിച്ചപ്പോ അതിൽ 31 കാരണങ്ങളാണ് ഒരാള് പിന്നെ ലൈഫിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടെത്തിയത്. അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് പിന്നെ തീരുമാനമെടുക്കാതിരിക്കുക, അതേപോലെ തന്നെ നീട്ടിവെക്കുക എന്നുള്ളത്. അത് രണ്ടും ഇരട്ടപ്പറ്റ പോലെയാണ് വരിക. കാരണം നീട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുന്നില്ല എന്നാ അതിന്റെ അർത്ഥം നീട്ടിവെക്കുക എന്നുള്ളതാണ്. അപ്പൊ ആളുകൾക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. തീരുമാനം എടുക്കുക എന്നുള്ളത് എല്ലാ ആളുകൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത് പരാജയത്തിന്റെ ഒരു കാരണമാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? ലാക്ക് ഓഫ് മെന്റൽ സ്ട്രെങ്ത്. ലാക്ക് ഓഫ് മെന്റൽ സ്ട്രെങ്ത്. ഓക്കെ, ഗ്രേറ്റ്. ലാക്ക് ഓഫ് മെന്റൽ സ്ട്രെങ്ത്. ഓക്കെ, 5 കാരണങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാരണങ്ങളുണ്ട്, അതിൽ 5 കാരണങ്ങളാണ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം, ഫസ്റ്റ് റീസൺ ഫോർ ഫെയിലിയർ ഈസ് ആക്ച്വലി ഫെയിലിയർ മൈൻഡ് സെറ്റ് ആണ്. നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റ് ആണ് ഫെയിലിയർ മൈൻഡ് സെറ്റ്. പരാജയ മൈൻഡ് സെറ്റ് ഉള്ള ആൾ എന്ത് ചെയ്താലും ചിലപ്പോൾ ആൾക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പൊ ആദ്യം ഷിഫ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ബാക്കിയുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്താവണം? ഒരു സക്സസ് മൈൻഡ് സെറ്റ്, ഒരു റിച്ച് മൈൻഡ് സെറ്റ്, ഒരു ബില്യണിയർ മൈൻഡ് സെറ്റ്, ഒരു കിങ് മൈൻഡ് സെറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ എന്തേ ഉള്ളൂ അവർ ആഗ്രഹിക്കുന്ന പണം സമ്പാദിക്കാൻ പറ്റുള്ളൂ. അവർ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ സക്സസ് നേടിയെടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്താണ്? പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഫെയിലിയർ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സക്സസ് പ്രിൻസിപ്പിൾ എന്തായിരിക്കും? ഫെയിലിയർ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ എന്ത് വേണം? മൈൻഡ് സെറ്റ്. അതെ. അപ്പൊ എന്ത് മൈൻഡ് സെറ്റാ വേണ്ടത്? പരാജയ മൈൻഡ് സെറ്റ് ആണ്. സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് വേണം അല്ലെ? ഹലോ, സക്സസ്ഫുൾ മൈൻഡ് സെറ്റ്. കറക്റ്റ്, എക്സാക്ട്ലി. സക്സസ് മൈൻഡ് സെറ്റ് വേണം. അപ്പൊ പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഫെയിലിയർ മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളെ മൈൻഡ് സെറ്റ് ഈസ് എവറിത്തിങ് എന്നാണ്. മൈൻഡാണ് എല്ലാം തീരുമാനിക്കുന്നത്. നമ്മളെ ചിന്തകൾക്ക് ഭയങ്കര ശക്തിയുണ്ട് അല്ലെ? നമ്മളെ ചിന്തകള് പിന്നെ അനുസരിച്ചിട്ടാണ് അല്ലെ? നമ്മളെ ചിന്തയാണ്
വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം എന്നാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളായി മാറുന്നത്. അപ്പൊ കഴിഞ്ഞ കാല ചിന്തയുടെ ഉൽപ്പന്നമാണ് ഞാനും നിങ്ങളും ഒക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 5 വർഷമായിട്ട് 10 വർഷമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഞാനും നിങ്ങളും. അപ്പൊ നമ്മളെ ഭാവി നമ്മളുടെ കഴിഞ്ഞ കാല ചിന്തയുടെ ഉൽപ്പന്നമാണ് നമ്മൾ ഇന്നത്തെ നമ്മളെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ഭാവി എന്തായിരിക്കും, നമ്മളെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഫ്യൂച്ചർ വിൽ ബി, നിങ്ങൾ എന്താണോ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത്, നമ്മൾ ഈ ഫെയിലിയർ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി, നമ്മളൊരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം കളകൾ പറിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യണം, അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള വൈറസിനെ എന്ത് ചെയ്യണം, കളകളെല്ലാം തുരുമ്പൊക്കെ നമ്മൾ കളയുന്ന പോലെ അതിനെന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അതിന് നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഫെയിലിയർ മൈൻഡ് സെറ്റിനെ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ സക്സസ് മൈൻഡ് സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് സക്സസ് ആവാനുള്ള ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ്. രണ്ടാമത് പരാജയപ്പെടാനുള്ള കാരണം പറയുന്നത് എൻവിയോൺമെന്റ് ആണ്, നമ്മളുടെ ചുറ്റുപാടുകളാണ്. യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത് എന്ന് പറയും ഇംഗ്ലീഷുകാർ. യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത്. നിങ്ങൾ ആരെ കൂടെയാണോ കോഫി കുടിക്കുന്നത് അവരെ പോലെ നമ്മളായി മാറും പറഞ്ഞാൽ യു ബിക്കം യുവർ അസോസിയേഷൻ. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെ പോലെ നമ്മൾ ആയിത്തീരും എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തത്? ഇഫ് യു അസോസിയേറ്റ് വിത്ത് എ ഡോക്ടർ യു വിൽ ബിക്കം എ ഡോക്ടർ, അല്ലെ? നമ്മൾ കുറെ ഡോക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെറുപ്പം മുതൽ അസോസിയേറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങളെ അസോസിയേഷൻ നോക്കിയാൽ മതി, നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മളെ അസോസിയേഷൻ മാറ്റിക്കഴിഞ്ഞാൽ, യെസ്, മുല്ലപ്പൊടി ഏറ്റെടുക്കും കല്ലിനുമുണ്ടോ സൗരഭ്യം എന്ന് പറയുന്നത്. എക്സാക്ട്ലി കറക്റ്റ്. അതെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത്. നിങ്ങൾ ഇംഗ്ലീഷുകാർ പറയും വാക്ക് വിത്ത് ജയൻസ് ആൻഡ് സിറ്റ് വിത്ത് ടൈറ്റാൻസ് എന്ന് പറയും. നിങ്ങളൊരു ടൈറ്റാൻ ആവണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബിക്കം എ ടൈറ്റാൻ, ഇഫ് യു വാണ്ട് ടു ബിക്കം എൻ എക്സ്ട്രോർഡിനറി പേഴ്സൺ ഒക്കെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ടൈറ്റാൻസിന്റെ കൂടെ നടക്കുകയും ജയൻസിന്റെ കൂടെ, വാക്ക് വിത്ത് ജയൻസ് ആൻഡ് സിറ്റ് വിത്ത് ടൈറ്റാൻസിന്റെ കൂടെ ഇരിക്കുന്നതാണ് നമ്മുടെ അസോസിയേഷൻ. യു ബിക്കം യുവർ അസോസിയേഷൻ. നമ്മൾ പറയും യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്ന് പറയും സാധാരണ, അല്ലെ? നമ്മുടെ നെറ്റ്വർത്ത്, നമ്മുടെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കളുടെ ടോട്ടൽ ഇൻകം ആയിരിക്കും. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 7 ഫ്രണ്ട്സിന്റെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം അതിന്റെ മുകളിൽ പോവില്ല എന്നുള്ളതാണ്. വിച്ച് മീൻസ് നമ്മളെ അസോസിയേഷന്റെ മുകളിൽ ഒരിക്കലും നമുക്ക് വളരാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ അസോസിയേഷൻ മാറ്റാതെ നമ്മളുടെ ഇൻകം പോലും എന്തെങ്കിലും അതിന്റെ മുകളിലോട്ട് പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻവിയോൺമെന്റ് വളരെ 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 പവർഫുൾ ആണ്. അത് നമ്മളെ പരാജയത്തിന് കാരണമാവും. അപ്പൊ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെയിലിയർ മൈൻഡ് സെറ്റിന് നമ്മൾ എന്ത് ചെയ്യും, സക്സസ് മൈൻഡ് സെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. അതാണ് സക്സസ് പ്രിൻസിപ്പിൾസ്. പരാജയത്തിന് രണ്ടാമത്തെ കാരണം എൻവിയോൺമെന്റ് ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് എങ്ങനെയാണ് അവിടെ സക്സസ് പ്രിൻസിപ്പിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക? എൻവിയോൺമെന്റിന് എങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റുക? associate with the successful persons, കറക്റ്റ്. അസോസിയേറ്റ് വിത്ത് സക്സസ്ഫുൾ പേഴ്സൺ. അതിന് നെപ്പോളിയൻ ഹിൽ പറയുന്ന ഒരു ഷോർട്ട് കട്ട് ആണ്. അപ്പൊ സാറ് പറഞ്ഞതിന്റെ ഷോർട്ട് കട്ട് ആണ് മാസ്റ്റർ മൈൻഡ് അലയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, ഇപ്പൊ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഇപ്പൊ നിങ്ങളെ സിജിയിൽ ഉണ്ടാവുക. ഒരു മാസ്റ്റർ മൈൻഡ് അലയൻസ് ആണ് ആക്ച്വലി ഇപ്പൊ നിങ്ങൾ ഈ ഒരുമിച്ച് കൂടുന്നത്. മാസ്റ്റർ മൈൻഡ് അലയൻസ് പറഞ്ഞാൽ നമ്മളുടെ അതേ ഫ്രീക്വൻസി ലെവലിലുള്ള, നമ്മളുടെ അതേ ചിന്താഗതിയുള്ള, നമ്മളുടെ അതേ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉള്ള, നമ്മളുടെ പാഷനും ഒക്കെ മാച്ച് ആവുന്ന ആളുകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ ലോകത്ത് വലിയ രീതിയിൽ പണം സമ്പാദിച്ച എല്ലാ ആളുകളും, പ്രത്യേകിച്ച് കോടീശ്വരന്മാരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആൻഡ്രൂ കാർണിഗിയെ കുറിച്ചാണ് അതിൽ മെയിൻലി പ്രതിപാദിക്കുന്നത്. അപ്പൊ ആൻഡ്രൂ കാർണിഗി ആവട്ടെ, അല്ലെങ്കിൽ ഹെൻറി ഫോർഡ് ആവട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ അദാനി ആവട്ടെ, അംബാനി ആവട്ടെ, ജെഫ് ബെസോസ് ആവട്ടെ, ഇവരൊക്കെ വലിയ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള സീക്രട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവര് ലിവറേജ് ചെയ്തിട്ടുണ്ടോ, മാസ്റ്റർ മൈൻഡ് അലയൻസ് വെച്ചിട്ടാണ് അവർ ലിവറേജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അത് ഗൂഗിൾ ആവട്ടെ അല്ലെങ്കിൽ ആപ്പിൾ ആവട്ടെ, 2-3 മാസ്റ്റർ മൈൻഡുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു മഹത്തായ കമ്പനി ഗൂഗിൾ ജനിച്ചത്. സ്റ്റീവ് വാസ്നിയക്കും സ്റ്റീവ് ജോബ്സും കൂടി ചേർന്നപ്പോഴാണ്, 2 കളിക്കൂട്ടുകാർ കൂടി ചേർന്നപ്പോഴാണ് 2 മൈൻഡുകൾ, 2 മനസ്സുകൾ കൂടി ചേരുക എന്ന് പറയും. നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ ചിലപ്പോൾ എന്താ കുറെ ആൾക്കാരുണ്ടാവും. അത് ഫിസിക്കൽ പറയുന്നത്, അത് പക്ഷെ മെന്റലി ഒരേ ലെവലിൽ ചിന്തിക്കുന്ന ആളുകൾ കണക്റ്റഡ് ആവുമ്പോഴാണ് ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോഴാണ് ലോകത്ത് വലിയ വേൾഡ് ക്ലാസ് കമ്പനികൾ ജനിക്കുന്നത്, വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാകുന്നത്, വലിയ കോൺസെപ്റ്റുകൾ വരുന്നത്. സോ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സക്സസ് ഇസ് ആക്ച്വലി മാസ്റ്റർ മൈൻഡ് ആണ്. മാസ്റ്റർ മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻവിയോൺമെന്റിനെ ബീറ്റ് ചെയ്യാനുള്ള, എൻവിയോൺമെന്റിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ പ്രിൻസിപ്പിൾ.
ഓക്കെ, മൂന്നാമത് പരാജയപ്പെടാനുള്ള കാരണം എന്താണ്? നേരത്തെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഭയമാണ്. ഭയം നമ്മളെ പരാജയപ്പെടുത്തും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഭയമില്ലാതായിരിക്കും? മിക്ക ആളുകളും ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണമെങ്കിൽ, ഒരു പ്രസന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭാഷ, ഏതെങ്കിലും ഭാഷ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ പിന്നോട്ട് വലിക്കുന്നത്. പക്ഷെ നമുക്ക് ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 4th സ്റ്റാൻഡേർഡ് മുതൽ, അല്ലെങ്കിൽ LKG മുതൽ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കൊരു സാഹിബിനെ കാണുന്ന സമയത്ത്, ഒരു ഇംഗ്ലീഷുകാരനെ കാണുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, പ്രസന്റേഷൻ നടത്താൻ പറ്റുന്നില്ല. പല കാര്യങ്ങളെയും നമ്മളെ പിടിച്ചു വലിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കാനൊക്കെ നമ്മൾ പിന്നോട്ട് വലിക്കുന്നത് ഭയമാണ്. ഫിയർ ഇസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഈസ് ഓൾവേസ് ഹോൾഡിംഗ് യു ബാക്ക്. സോ ഹൗ ക്യാൻ യു ബീറ്റ്, ഹൗ ക്യാൻ യു കോൺകെയർ ദ ഫിയർ ഇൻസൈഡ് യു? എങ്ങനെ നിങ്ങളെ ഉള്ളിലുള്ള ഭയത്തെ എങ്ങനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റുക? എങ്ങനെ ഇങ്ങനെ ഉള്ളിലുള്ള ഭയത്തെ കൊല്ലാൻ പറ്റുക? കാരണം ഭയത്തെ നെപ്പോളിയൻ പ്രശ്നത്തെ നേരിടുക, ഫേസ് ചെയ്യുക. ഓക്കെ, പ്രശ്നങ്ങളെ നേരിടുക. ഓക്കെ, കറക്റ്റ്, പ്രശ്നങ്ങളെ നേരിടുക. നമ്മള് ഭയത്തെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷൻ കിൽസ് യുവർ ഫിയേഴ്സ് എന്ന് പറയാം. നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ എന്തേ ഉള്ളൂ? ഭയം ഇല്ലാതാവുള്ളൂ. അല്ലെ, മിലിറ്ററിയിലും പോലീസിലൊക്കെ എന്താ ചെയ്യുക, ഒരു ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും? നമ്മൾ ഭയപ്പെടുന്ന കാര്യം, ഇപ്പൊ നമുക്ക് ബ്ലഡ് ഭയമാണെങ്കിൽ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഭയമാണെങ്കിൽ, നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് ആ ഭയപ്പെടുന്ന കാര്യം. യെസ്, പറഞ്ഞോളൂ. ഓക്കെ, ഭയപ്പെടുന്ന കാര്യം നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്തിട്ടാണ്. ആക്ഷൻ കിൽസ് ഫിയേഴ്സ് ആണ്. നമ്മൾ എന്താണോ ഭയപ്പെടുന്നത്, അല്ലെ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ സക്സസ് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്തിനാണോ നമ്മൾ ഭയപ്പെടുന്നത് ആ കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ആ ഭയത്തെ കൊല്ലാൻ പറ്റുള്ളൂ. പക്ഷെ അത് അത്ര എളുപ്പമല്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഭയത്തെ ഇല്ലാതാക്കാൻ പറ്റുക? അതെങ്ങനെയാണ് അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുക? ഒരു സ്ട്രാറ്റജി നിങ്ങൾ പറഞ്ഞു, നമ്മൾ ആക്ഷൻ ചെയ്തിട്ട്, നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കതിനെ ബീറ്റ് ചെയ്യാൻ പറ്റും. ഫിയർ, ഡൗട്ട് ആൻഡ് ഇൻഡിസിഷൻ എന്നാ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവെക്കലാണ്, തീരുമാനം എടുക്കാതെക്കലാണ്. ഈ തീരുമാനം എടുക്കാതെക്കുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഭയം കൊണ്ടാണ് നമ്മൾ തീരുമാനം എടുക്കാത്തത്. നമ്മളെ തീരുമാനങ്ങളുടെ റിസൾട്ടാണ്, നിങ്ങളും ഞാനും ഒക്കെ എടുത്ത തീരുമാനങ്ങളുടെ റിസൾട്ടാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം എന്ന് കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാത്തത്? തീരുമാനങ്ങൾ എടുക്കാത്തത് എന്താ? നമുക്കൊന്ന് ഭയമാണ്, രണ്ട് നമുക്ക് സംശയമാണ്. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഇൻഡിസിഷൻ, FTI എന്ന് പറയും. ഫിയർ, ഡൗട്ട്, ഇൻഡിസിഷൻ, തീരുമാനം നീട്ടിവെക്കും. അപ്പൊ അതിനെ എങ്ങനെ ബീറ്റ് ചെയ്യാം? എങ്ങനെ അത് ഇല്ലാതാക്കാം? എങ്ങനെ ഭയം ഇല്ലാതാക്കാം? എങ്ങനെ ആത്മവിശ്വാസം വളർത്താം? എങ്ങനെ നമ്മളെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാം? മൈൻഡ് സെറ്റ് മാറ്റാം. ഹൗ ടു ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്? എങ്ങനെ മൈൻഡ് സെറ്റ് മാറ്റാം? എങ്ങനെ മൈൻഡ് സെറ്റ് മാറ്റാം? എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഹൗ ക്യാൻ യു ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്? ഹൗ ക്യാൻ യു ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്? സ്വപ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ സ്വപ്നങ്ങൾ കാണുക. ഓക്കെ, ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഓക്കെ ഫൈൻ. പിന്നെ എങ്ങനെ കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യുക? ഹൗ ടു ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്? മറിച്ച് ചിന്തിക്കുക. ഓക്കെ, പക്ഷെ ചിന്തിച്ചാലും കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ചിന്തിച്ചു തീവ്രമായ ആഗ്രഹമുണ്ട്. ചെയ്യുക എന്നുള്ളതാണ്. ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ആക്ഷൻ അല്ലാതെ ആക്ഷൻ എടുക്കണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടേ? ഇതേ സാഹചര്യം നേരിട്ട് വിജയിച്ചവരെ കുറിച്ച് എങ്ങനെ നേരിട്ട് വിജയിച്ചവരെ കുറിച്ച് ഓക്കെ, അതിന് ഉള്ള സീക്രട്ട് പറയുന്നത്, ഈ ഭയം ഉണ്ടാവാനുള്ള കാരണം, ഭയം നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളുടെ ഭയത്തിന്റെ മുകളിൽ നിങ്ങളുടെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയത്തെ ബീറ്റ് ചെയ്യാൻ പറ്റും. അതായത് സക്സസിന്റെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത്, വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ എന്താ ചെയ്യാം? എങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടാവുക? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള വിശ്വാസം, നിങ്ങളെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിശ്വാസം, നിങ്ങളുടെ ബിസിനസ്സിലുള്ള വിശ്വാസം, നിങ്ങളെ സ്വന്തത്തിലുള്ള വിശ്വാസം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ആക്ഷൻ എടുക്കൂല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവുക? അറിവ്, ആ വിഷയത്തിൽ അറിവ്, ക്ലിയർ ആയില്ല?
ആ വിഷയത്തിൽ അറിവ് നേടുക, അറിവ്, ആ വിഷയത്തിൽ അറിവ് നേടുക. അറിവുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കില്ല. ഇപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് അറിവുണ്ട് എന്നിട്ടും പല ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളും എന്ത് ചെയ്യുന്നില്ല, ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. അപ്പൊ അവർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഇപ്പൊ ഡ്രൈവിങ് ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്റെ വൈഫ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് കാർ ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. അവർക്ക് ഡ്രൈവിംഗ് അറിയാം, ഡ്രൈവിംഗ് അറിയുന്നതുകൊണ്ടല്ല ലൈസൻസ് കിട്ടുന്നത്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ദാറ്റ്സ് ഫൈൻ. എങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർക്ക് ലൈസൻസ് കിട്ടിയത്. മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കുക. ഫെയ്ത്ത് ഉണ്ടാക്കാന് നമ്മളിവിടെ എല്ലാ മതപുരോഹിതന്മാരും പറയും വിശ്വസിക്കണം, വിശ്വസിക്കണം, വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാല് നമുക്ക് വിശ്വാസം ഉണ്ടാവണമെങ്കിൽ റിപ്പീറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അഫർമേഷൻ ഇറ്റ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതിനാണ് നമ്മള് നെപ്പോളിയൻ ഹില്ല് പറയുന്നത് ഓട്ടോ സജഷൻ എന്ന് പറയും. നമുക്ക് വേണ്ട കാര്യങ്ങള് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അഫർമേഷൻസും നമ്മളെ ഉപബോധ മനസ്സിലേക്ക് ബോംബാർഡിങ് ചെയ്യുന്ന പോലെ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ വിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഇപ്പോ വെദർ ഇറ്റ് ഈസ് യു ആർ എ മുസ്ലിം ഓർ എ ക്രിസ്ത്യൻ ഓർ എ ഹിന്ദുയിസം ഒരു ജുഡായിസം, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ഓട്ടോ സജഷൻസ് കൊടുത്തിട്ടാണ് നമ്മളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്ന ആൾക്കാർ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നത്, വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിലും ഏതെങ്കിലും ഇസത്തിൽ വിശ്വസിക്കുക, ഇതൊക്കെ അവരെന്താണ് ഓട്ടോ സജഷൻസിലൂടെയാണ് നമ്മുടെ വിശ്വാസം രൂപപ്പെട്ടതെന്ന് കാണാൻ പറ്റും. ചെറുപ്പം മുതലേ നമ്മൾ എന്താണോ നമ്മളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളെ വിശ്വാസം. അപ്പൊ വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ഓട്ടോ സജഷൻസ് കൊടുത്താൽ മതി. ഇപ്പൊ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് പ്രാർത്ഥന പോലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൻ ഓട്ടോ സജഷൻ അല്ലെ? അപ്പൊ നിരന്തരമായിട്ട് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ, അപ്പൊ നമുക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവുന്ന കുറെ അഫർമേഷൻസ് ഉണ്ട്, കുറെ പോസിറ്റീവ് ആയിട്ടുള്ള. ഇപ്പൊ ഞാൻ ടൈറ്റ് ആൻഡ് മോർണിംഗ് ഡിക്ലറേഷൻ ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ എല്ലാ ദിവസവും രാവിലെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ടുഡേ ഐ സ്റ്റാൻഡ് ഫ്രം മൈ ഹൈയസ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് ബെസ്റ്റ്, ഐ ആം ഫിയർലെസ്, ക്യൂരിയസ്, എക്സലന്റ് ആൻഡ് കൈൻഡ്, ചലഞ്ചസ് പ്രൊവൈഡ് ഫ്യൂവൽ ഫോർ മൈ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? നമ്മള് ഓട്ടോ സജഷൻസ് കൊടുക്കും. പിന്നെ നമ്മളെ രാവിലെ നമുക്കൊരു കിങ്സ് മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞൊരു മീറ്റപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വെച്ചിട്ട് പറയും ഐ ആം ദ ബെസ്റ്റ് ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ബിലീവ് ഐ ക്യാൻ ഡു ഇറ്റ്, യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. ഇങ്ങനെയുള്ള ഓട്ടോ സജഷൻസ് എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ നിരന്തരമായിട്ട് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോ സജഷൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. വിശ്വാസം ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പ്രോജക്റ്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്ന ബിസിനസ് ആണെങ്കിൽ അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആക്ഷൻ എടുക്കും. നിങ്ങളെ ഭയത്തിന്റെ മുകളിൽ നിങ്ങളെ വിശ്വാസം വരുമ്പോഴാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുള്ളൂ. സോ ദിസ് ഈസ് എ തേർഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സക്സസ്. നാലാമത്, എന്റെ സമയം കഴിയാറായി. നാലാമത് നമുക്ക് പരാജയത്തിനുള്ള കാരണം കോമ്പറ്റീഷൻ ആണ്, മത്സരമാണ്. അപ്പൊ എങ്ങനെ നമുക്ക് മത്സരത്തെ ഇല്ലാതാക്കാം? മത്സരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം മത്സരം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ മത്സരത്തെ എങ്ങനെ ബീറ്റ് ചെയ്യാം? കോമ്പറ്റേറ്റേഴ്സിനെ എങ്ങനെ ബീറ്റ് ചെയ്യാം? ഡോണ്ട് കമ്പയർ. ഓക്കെ, ഡോണ്ട് കമ്പയർ. പക്ഷെ എന്നാലും ബീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കമ്പയർ ചെയ്താലും നമ്മളിപ്പോ വേറെ ആളായിട്ട് നമ്മളെ കമ്പയർ ചെയ്തില്ലെങ്കിലും വേറെ ആൾക്കാർ മാർക്കറ്റിൽ എന്ത് ചെയ്യും? നമ്മളെ ബീറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെ നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് റിപ്പീറ്റ് പ്രാക്ടീസസ് ഓക്കെ, റിപ്പീറ്റ് പ്രാക്ടീസസ്. പിന്നെ വേറെ എങ്ങനെ നമുക്ക് കോമ്പറ്റേറ്റേഴ്സിനെ ഇപ്പൊ ഇന്ന് ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, ബിസിനസ്സിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും നമ്മൾ ഫേസ് ചെയ്യുന്ന മത്സര പരീക്ഷയാവും, കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ എങ്ങനെ ബീറ്റ് ചെയ്യും? Cooperation and collaboration. Collaboration is a new business strategy. That's fine. Collaboration ആണ് ഇന്നത്തെ ഒരു പുതിയ സ്ട്രാറ്റജി. പക്ഷെ എന്നാലും ചിലപ്പോ കോമ്പറ്റേറ്റേഴ്സ് നമ്മളോട് കൊളാബറേറ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിലോ? നമുക്ക് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ക്രിയേഷൻ ആണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിയേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ ടു ബീറ്റ് യുവർ കോമ്പറ്റീഷൻ. ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാം കോപ്പി കാറ്റ്സ് ആണ്. ഒരാൾ ചെയ്തത് കണ്ട് അതേപടി കോപ്പി അടിച്ച് അത് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ, ഒരാൾ ചപ്പാത്തി കമ്പനി തുടങ്ങി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ടർഫ് തുടങ്ങി കഴിഞ്ഞാൽ, ഒരാൾ ബേക്കറി തുടങ്ങി കഴിഞ്ഞാൽ, ഇതൊക്കെ ഭയങ്കര കോപ്പിയിങ് ആണ്. അതുകൊണ്ടാണ് പല ബിസിനസ്സുകളും 85% ബിസിനസ് 5 കൊല്ലം കൊണ്ട് ക്ലോസ് ചെയ്യുന്നത്. എവരിബഡി ഈസ് കോപ്പി കാറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ക്രിയേറ്റ് ചെയ്യുന്നില്ല. ക്രിയേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രിയേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ ടാപ്പ് ചെയ്യാൻ അറിയണം.
ഉപബോധ മനസ്സിന്റെ ശക്തിയെ ടാപ്പ് ചെയ്താൽ അതാണ് ആക്ച്വലി നമ്മുടെ ടോപ്പിക്. നമുക്ക് എത്തുമ്പോഴേക്ക് സമയം കഴിഞ്ഞു. ഉപബോധ മനസ്സിന്റെ നമുക്ക് തീവ്രമായ ആഗ്രഹവും ഒപ്പം അചഞ്ചലമായ വിശ്വാസവും, ആ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി നിരന്തരമായ ഓട്ടോ സജഷൻസ് കൊടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആകുമ്പോഴാണ് നമ്മളുടെ ഇമാജിനേഷൻ വർക്ക് ചെയ്യുക. ഇതാണ് സമ്പത്തിലേക്കുള്ള ഫസ്റ്റത്തെ 5 സ്റ്റെപ്പ്. നമ്മള് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ കീഴടക്കണമെങ്കിൽ, മനസ്സിനെ കീഴടക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ 13 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് മാസ്റ്ററി ആണ്. ഒന്നാമത്തെ ഘട്ടം മൈൻഡ് മാസ്റ്ററി കൈവരിച്ചാൽ മാത്രമേ ആക്ഷൻ മാസ്റ്ററി എടുക്കുള്ളൂ. ആക്ഷൻ മാസ്റ്ററി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, മാനിഫെസ്റ്റേഷൻ നടക്കുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഈ ആക്ഷൻ എടുക്കുക, ഈ ക്രിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ക്രിയേഷൻ വരണം എന്നുണ്ടെങ്കിൽ, പുതിയ പുതിയ ഐഡിയാസ് വരണമെങ്കിൽ, നമുക്ക് ഹഞ്ചസ് വരണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഐഡിയാസ് ഹഞ്ചസ് ഒക്കെ ഫ്ലാഷസ് ആയിട്ട് നമ്മളെ മനസ്സിൽ കത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് തീവ്രമായ ആഗ്രഹം ഉണ്ടാവണം. തീവ്രമായ ആഗ്രഹം മാത്രം പോരാ, ആ തീവ്രമായ ആഗ്രഹത്തിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം വെറുതെ ഉണ്ടാവില്ല, നിരന്തരമായ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അഫർമേഷൻസ് ടു യുവർ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്ത് ഓട്ടോ സജഷൻസ് കൊടുത്തിട്ട് വിശ്വാസം വർദ്ധിപ്പിക്കണം. ഒപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആവുമ്പോൾ ബിഹൈൻഡ് എവറി ഐഡിയേഷൻ പ്രോസസ് ദർ ഈസ് എ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്നാ പറയാ. എല്ലാ ഐഡിയേഷന്റെ പിറകിലും ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആവുമ്പോഴാണ് ഈ 4 സ്റ്റെപ്സുകളും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മളുടെ ഭാവന, നമ്മുടെ പിന്നെ ക്രിയേറ്റിവിറ്റി 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഈ 5 സ്റ്റെപ്സുകൾ വെക്കുമ്പോഴാണ് നമ്മൾ മൈൻഡ് സെറ്റ് മാസ്റ്ററി കൈവരിക്കുന്നത്. തീവ്രമായ ആഗ്രഹം, അചഞ്ചലമായ വിശ്വാസം, ഒപ്പം നമ്മൾ ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ സജഷൻസ് കൊടുക്കുക. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആവുന്നു ഏതെങ്കിലും ഒരു മേഖലയിൽ. നമ്മൾ കാരണം ജനറൽ നോളജ് കൊണ്ടൊന്നും കാര്യമില്ല. ജനറൽ നോളജ് ഇന്ന് ChatGPT പോയാൽ മതി, ജെമിനിനോട് ചോദിച്ചാൽ മതി, ഗൂഗിൾ ചെയ്തതിന് ഇഷ്ടം പോലെ നോളജ് കിട്ടുന്നു. ആ ഇൻഫർമേഷൻ ആണ്. ഇൻഫർമേഷൻ ഹാസ് നോ വാല്യൂ. അതിനൊരു വാല്യൂ ഇന്ന് ലോകത്തില്ല. അപ്പോൾ എന്താണ്, അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പണം സമ്പാദിക്കാനും പറ്റില്ല. ഇഫ് യു വാണ്ട് ടു ഏൺ മണി യു മസ്റ്റ് ബി സ്പെഷ്യലൈസ്ഡ് അറ്റ് സംതിങ്. മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യലൈസ്ഡ് ആണ്. ആ സ്പെഷ്യലൈസേഷനും മുമ്പ് പറഞ്ഞ സ്റ്റെപ്സുകളും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാവന, ഇമാജിനേഷൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇമാജിനേഷൻസ് എന്നാണ് ആക്ച്വലി നമുക്ക് ഐഡിയാസും ഹഞ്ചസും ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കോമ്പറ്റീഷനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ട് ബിസിനസ്സിൽ പറയും, നമ്മൾ എക്സ്ട്രാ മൈൽ കൊടുക്കുക എന്ന് പറയും. നമ്മൾ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന് എങ്ങനെ എക്സ്ട്രാ മൈൽ കൊടുക്കുക, ഹൗ ക്യാൻ ഐ ഗിവ് മോർ. സമയം ഏകദേശം ഓക്കെ ഫൈൻ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ അപ്പൊ 5 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പരാജയപ്പെടാൻ പറഞ്ഞത്. 5ാമത്തെ പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോൾ 4ാമത്തെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. 1 ഫെയിലിയർ മൈൻഡ് സെറ്റ്, 2 എൻവയോൺമെന്റ്, 3 ഫിയർ, 4 കോമ്പറ്റീഷൻ. 5ാമത് പരാജയപ്പെടാനുള്ള കാരണം ലൂസിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അട്രാക്ടിങ് ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ അട്രാക്ട് ചെയ്യണം. ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, നമ്മുടെ എനർജി ലെവല് അത് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ എനർജിയാണ് ആക്ച്വലി ബിസിനസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തൂസിയാസമാണ് ബിസിനസ്. അപ്പൊ അതില് ഞാൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പിന്നെ എനർജി ലെവല് ഹയർ ലെവലിലാവുമ്പോൾ ദി കീ ടു, ഞാൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്, ദി കീ ടു സക്സസ് ഈസ് ടു റൈസ് യുവർ ഓൺ എനർജി എന്നാണ്. നിങ്ങളെ എനർജി ലെവല് ഹയർ ലെവലിലേക്ക് കൊണ്ടുവന്നതാണ്. വെൻ യു ഡു ഇറ്റ് പീപ്പിൾ will naturally be attracted to you and when you show build them എന്നാണ് സ്റ്റുവർട്ട് വൈൽഡ് പറഞ്ഞത്. Okay, that's all from my side. Time is up. Thank you very much. Thank you for your patient listening and your Excuse me, മുജീബ് sir. Yes. നിങ്ങൾ പ്രോഗ്രാം കോഴിക്കോട് വരുന്നില്ലേ? അതെ, നമ്മള് കിങ്സ് മാസ്റ്റർ മൈൻഡിന്റെ ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പ് രാവിലെ 9 o'clock to 6 o'clock നമ്മൾ കാലിക്കറ്റ് ഡിമോറ ഹോട്ടലിൽ ഓഗസ്റ്റ് 19 വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബില്യണയർ ആയിട്ടുള്ള ആളുകളുടെ പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സ് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളെ വളരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് വിജയിച്ച് കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെ ലൈവ് ടോക്ക് ഷോ വന്നിട്ടുണ്ടാവും. Okay, anyhow, thank you for your patient listening and your cooperation. വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നമ്മളിത് ഒരു 1 year ഒക്കെ എടുക്കേണ്ട ടോപ്പിക്കാണ് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് പറയാൻ ശ്രമിച്ചത്. അത് ഇറ്റ്സ് നോട്ട് ഈസി. ഏതായാലും നിങ്ങൾക്ക് സമയം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഡിവിഷന്റെ 289ാമത്തെ ദിവസം വളരെ പവർഫുൾ ആയ ഒരു ക്ലാസ്സോട് കൂടി വലിയൊരു വിഷയം
എത്രത്തോളം ഭംഗിയായി അരമണിക്കൂർ കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായി അവതരിപ്പിച്ച മുജീബ് സാറിന് ഡിവിഷൻ ടീമിന്റെയും സിജിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാണ്. നമ്മുടെ സമയം കുറച്ച് അതിക്രമിച്ചിരിക്കുന്നാലും സാറിന്റെ ക്ലാസ് അത്രത്തോളം ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഡിവിഷൻ ടീമിന്റെ ശക്തിയായ എല്ലാ പ്രേക്ഷകർക്കും ഡിവിഷന്റെയും സിജിയുടെയും നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ അവസാനിപ്പിക്കാം. സാർ പറഞ്ഞ പോലെ കഴിഞ്ഞകാല ചിന്തകളുടെ ഉൽപ്പന്നമാണ് ഇന്നത്തെ നമ്മളെന്നിരിക്കെ ഇന്നത്തെ ചിന്തകളെ ഫലപ്രദമായി മാറ്റിക്കൊണ്ട് നാളത്തെ നമ്മളെ സൃഷ്ടിക്കാം എന്നൊരു ചിന്ത, മനോഹരമായ ചിന്ത നമ്മളിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ നല്ലൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി താങ്ക് യു.